രാജ്ബി ഷെട്ടി, അപർണ ബാലമുരളി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്ന ഒരു സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. പടത്തിൻ്റെ പേരാണ് രുദ്രം. അപ്പോൾ ഈ പടത്തിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ട്രെയിലർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു ട്രെയിലറായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പടം കാണാൻ പോയത്. പക്ഷേ അതൊരു സൈക്കോ ത്രില്ലർ ജേണറിൽ പെടുത്താവുന്ന ഒരു പടമായിട്ട് നമുക്ക് ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ സൈക്കോ എന്നുള്ളൊരു കണ്ടൻറ്റ് ഒഴിച്ച് വെച്ചാൽ ത്രില്ലറും സൈക്കോയും വേറെ വേറെ ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ത്രില്ലർ കണ്ടൻറ്റുകൾ നമ്മൾ കുറേ കണ്ട് നമുക്ക് യൂസ് ടു ആയ കാരണം ഈ പടത്തിലൊരു ത്രില്ലിംഗ് എലമെൻറ്റ് എനിക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ എടുത്ത് പറയാവുന്ന ഇതിലുള്ള ആൾക്കാരുടെ പെർഫോമൻസാണ്. രാജ്ബി ഷെട്ടി നമുക്കറിയാം, കന്നഡയിലെ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന സിനിമകൾ എടുത്ത് നോക്കിയാൽ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരാളാണ് രാജ്ബി ഷെട്ടി. പിന്നെ നോക്കുകയാണെങ്കിൽ അപർണ ബാലമുരളി നമുക്കറിയാം, മലയാളത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, തമിഴിലും ഇപ്പോൾ നന്നായിട്ട് അഭിനയിക്കുന്നു. ഈ പടത്തിൽ പക്ഷേ അധികം പെർഫോമൻസ് അഥവാ കുറേ ഡയലോഗുകൾ പറയാനുള്ള സ്പേസ് ഒന്നും അപർണ ബാലമുരളിക്ക് സിനിമയിൽ കിട്ടിയിട്ടില്ല. കുറേ നേരം കുറേ അലർച്ച അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെയാണ് ഇതിൽ ചെയ്തേക്കുന്നത്. എന്നാൽ ആ സിറ്റുവേഷന് വേണ്ട എന്തൊക്കെയാണ് ആ പരിപാടികൾ തന്നെയാണ് ചെയ്തിരിക്കുന്ന പടത്തിൽ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ മേക്കിംഗ് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ത്രില്ലർ ജേണറിൽ പോകുന്നൊരു പടത്തിന് ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ഇല്ലെങ്കിൽ നമുക്കത് കണ്ടിരിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ആ ഒരു കണ്ടൻറ്റ് ഇതിൽ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് പറയാവുന്ന ഇതിൽ കുറേ സീനുകൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് നായക്കുട്ടിയുടെ ഒരു സീനുണ്ട്, ഒരു എലി തുടക്കം തൊട്ട് വന്നിട്ട് അതിൻ്റെ ഒപ്പമുള്ളൊരു കുറച്ച് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് സിനിമയിൽ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഇതിൽ കുറച്ച് ക്ലൈമാക്സ് രംഗങ്ങളിൽ വന്നിരിക്കുന്ന അവർ പറയുന്ന കാരണങ്ങളാണ്. ഈ പടത്തിൻ്റെ ഒറിജിനലായിട്ടുള്ള പ്ലോട്ട് എന്താണെന്ന് നമുക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടാൽ ഏകദേശം ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എങ്കിലും കുറച്ച് നല്ലൊരു പൊളിറ്റിക്സ് പറയുന്നൊരു കഥയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അല്ലാതെ എത്ര ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമോ അതിഗംഭീരമായിട്ടുള്ളൊരു സ്റ്റോറിയോ അഭിപ്രായപ്പെടാവുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നിയില്ല ഈ പടത്തിന്. അപ്പോൾ ത്രില്ലർ ജേണറിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു പടമായിട്ടാണ് എനിക്കിതിനെ സജസ്റ്റ് ചെയ്യാവുന്നത്. അല്ലാതെ അതിഗംഭീരമായ പ്രകടനമോ അതിഗംഭീരമായ ഒരു സ്റ്റോറിയോ ഇതിന് പറയാവുന്നതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിൽ മേക്കിംഗ് അഥവാ ഇവരുടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഈ പടത്തിൽ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ബാക്കി എല്ലാവർക്കും അവരുടെ അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊരു ത്രില്ലർ ജേണറുള്ള സീരീസോ അതോ സിനിമകൾ കണ്ട് ഇപ്പോൾ നമുക്ക് പരിചയമായത് കാരണം അതിൻ്റെ ഒരു പോരായ്മ എനിക്ക് പടത്തിൽ ഫീൽ ചെയ്തു. നമുക്ക് ഗസ് ചെയ്യാവുന്നൊരു ക്ലൈമാക്സാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ള കണ്ടുപിടിക്കാനുള്ളൊരു ക്ലൈമാക്സിലെ എൻഡിങ് നീട്ടി കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്ന രാജ്ബി ഷെട്ടി ഇതിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എത്രത്തോളം ക്രൂവലാണെന്നുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചു തരാൻ അഥവാ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അവർ കുറച്ച് സീനുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ള ലാസ്റ്റ് പറയുന്നുണ്ട്. ആ ഒരു കാരണം തേടിയിട്ടുള്ളൊരു യാത്രയാണ് ഈ പടം മൊത്തം. അത് ലാസ്റ്റ് ഒരു കാരണം കൊണ്ടൊന്ന് കാണിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇത് ഇത്ര ഉള്ളൂ, അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് ആ പടത്തിനോട് കിട്ടുന്നുള്ളൂ. അല്ലാതെ അത്രയ്ക്കും ഇമോഷണലായിട്ട് കണക്റ്റ് ആവാനുള്ള കാര്യങ്ങളൊന്നും ഈ പടത്തിൽ നിന്ന് കിട്ടിയില്ല. അതൊരു പോരായ്മയായിട്ട് തോന്നി. അപ്പോൾ എല്ലാവർക്കും പടം തിയേറ്ററിൽ കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം. അപ്പോൾ ദിസ് ഈസ് മീ കാർത്തിക് സൈനിങ് ഓഫ് ഫ്രം മൈ ചാനൽ. താങ്ക് യു.